വാവ്, ഡിവൈഡറിൽ പുല്ല് വെച്ചല്ല. ഇതുപോലെ മൊത്തത്തിൽ നമ്മുടെ 60 മീറ്ററാണ് വീതിയെങ്കിൽ ഇതിലും കൂടുതൽ വീതിയിൽ ചെടികളും പുല്ലുകളൊക്കെ വെച്ചിട്ട് അടിപൊളി ആവില്ലേനോ. പക്ഷേ 60 മീറ്റർ ഒന്നും കിട്ടൂലല്ലോ നമ്മുടെ കേരളത്തിൽ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഞാനത് വേങ്ങേരി മലാപ്പറമ്പിൻ്റെ ഇടയിലായിട്ടുള്ള നല്ലൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചയിലേക്ക് പോയാലോ. അടിപൊളി 6 വരിപ്പാതയുടെ സ്നേഹിതന്മാരെ, ഞാനുള്ളത് ഇതാ മലാപ്പറമ്പ് ഓവർപാസ് അതാട്ടോ കാണുന്ന. അത് കഴിഞ്ഞ് ഫുള്ള് 6 വരിപ്പാത, അതുപോലെ സർവീസ് റോഡ് വർക്കുകളൊക്കെ മൊത്തം കഴിഞ്ഞ ഏരിയ കേട്ടോ. അവിടുന്ന് വേങ്ങേരി പോകുന്ന ഭാഗത്തേക്ക് എല്ലാ വർക്കുകളും കഴിഞ്ഞ ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. 6 വരിപ്പാത എന്ത് രസമല്ലേ കാണാൻ. അപ്പം നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ, വേങ്ങേരിയിലേക്കുള്ള എക്സിറ്റ് എവിടെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം വേങ്ങേരിയിലേക്കുള്ള എക്സിറ്റ് ഇതാ ഈ ബോർഡിലുള്ള കൊടുത്തിരുന്നു കേട്ടോ. ആ ബോർഡിലുള്ള എക്സിറ്റ് അവിടെ എയറോ മാർക്കൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ നേരെ മുന്നിലുള്ളത് അവിടെ എൻട്രി കേട്ടോ. എൻട്രി ട്യൂബുലർ മാർക്കറൊക്കെ വെച്ചിട്ട് എൻട്രി ആയിരുന്നു. ഇത് കണ്ട, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം ഇവിടെ പ്രശ്നമുണ്ട് എന്നുള്ളത്. ഈ ഏറോ മാർക്ക് ഫാൾട്ടാണ് അവർ ചെയ്തത്. അവരത് മറച്ചു വെച്ചു കേട്ടോ. ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ എന്നറിയില്ല. ഞാൻ മലാപ്പറമ്പ് അവിടെ ട്രാഫിക് നിൽക്കുന്നവരോടൊക്കെ ഒന്ന് പോയി പറഞ്ഞിരുന്നു അതിവിടെ ഫാൾട്ട് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം അവരത് ആ മാർക്കിങ് ഒഴിവാക്കിട്ടോ. അടിപൊളി. അപ്പോൾ അവിടെ എക്സിറ്റ് അടിക്കാൻ പാടില്ല. ട്യൂബുലർ മാർക്കറൊക്കെ വെച്ച് അവർ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അവിടെ എക്സിറ്റ് അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. എൻട്രി ആയി വരുന്ന വാഹനങ്ങളും ഇത് തമ്മിൽ അവിടെ നല്ല ബ്ലോക്ക് കൊടുക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ വേറൊരു കുഴപ്പം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ വേങ്ങേരി ഭാഗത്തേക്ക് എക്സിറ്റ് ഇല്ല. വേങ്ങേരി ഭാഗത്തേക്ക് എക്സിറ്റ് ഇല്ല. അപ്പം അതിന് ഇനി വേങ്ങേരി ഭാഗത്തേക്ക് പോകാൻ ഇനി എന്ത് ചെയ്യണമെന്നറിയോ. നമ്മുടെ മലാപ്പറമ്പ് കഴിഞ്ഞ പാടെ തന്നെ ഒരു ചെറിയൊരു ഒഴിവുണ്ട് അവിടെ. പക്ഷേ മെർജിങ് പോയിൻ്റ് അല്ല, അവിടെ ഒരു ഒഴിവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വേങ്ങേരിയിലേക്ക് വരേണ്ട ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലാപ്പറമ്പ് ഓവർപാസ് കഴിഞ്ഞ പാടെ തന്നെ ഒരു ഒഴിവ്, അതിലൂടെ എക്സിറ്റ് ആവട്ടോ. അവിടെ നിന്ന് ആരും നമ്മുടെ 6 വരിപ്പാതയിലേക്ക് എൻട്രി അടിക്കരുത്. എൻട്രി അടിക്കുമ്പോൾ രണ്ടും കൂടി പ്രശ്നമാകും. പക്ഷേ അതിൻ്റെ മുമ്പ് വേങ്ങേരിയിലേക്ക് ഇനി അഥവാ പോകേണ്ട ആളുകൾ ഇനി ആ ഭാഗം അടച്ചാൽ തന്നെ അതിന് നമ്മുടെ മലാപ്പറമ്പിലേക്ക് വരുന്നൊരു എക്സിറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം സർവീസ് റോഡിലൂടെ വന്നിട്ട് വേണം വേങ്ങേരിയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചൊറ ഏരിയ ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോകാം. 6 വരിപ്പാത ഉഷാറായിട്ട് അങ്ങനെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ ഫുൾ വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ. ഇത് പ്രൊവിഡൻസ് കോളേജ് ജംഗ്ഷൻ ആയിരുന്നു ഇത്. ഇപ്പോൾ ഇവിടെ പ്രൊവിഡൻസ് കോളേജിലേക്കുള്ള ഇവിടെ അടിയിൽ ഒരു അണ്ടർപാസ് ഉണ്ട്, ചെറിയൊരു അണ്ടർപാസ്. ഹെവി വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. 3.5 മീറ്റർ ഹൈറ്റുള്ള ഒരു അണ്ടർപാസ്, അത് അതിലേക്കുള്ള റോഡാണ്. വേദവ്യാസ സ്കൂള്, അവിടെ ഓണാഘോഷ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുടെ അടിപൊളി പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷനിൽ, അതായത് നമ്മുടെ വയനാട് റോഡിലേക്ക് പോകേണ്ടവർ എല്ലാവരും ഇപ്പോൾ വഴി തെറ്റിയതാണ് ഇങ്ങോട്ട് മലാപ്പറമ്പ് ഓവർപാസും കഴിഞ്ഞ് ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വഴികൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തൊണ്ടയാട് കഴിഞ്ഞ പാടെ തന്നെ എക്സിറ്റ് അടിക്കണം മലാപ്പറമ്പ് വെള്ളിമാട് കുന്ന് പോകേണ്ട ആൾക്കാർ. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കാം. അപ്പം അങ്ങനെ പോകുന്ന ആളുകൾ, വഴി തെറ്റുന്ന ആളുകളൊക്കെ ഇവിടുന്ന് തിരിക്കുന്ന കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് തിരിക്കരുത്, ഇതൊക്കെ അപകടമാണ്. സർവീസ് റോഡ് എൻട്രി അവിടെ എൻട്രി ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് സ്പീഡിൽ ചിലപ്പം എൻട്രി ആകുന്ന വാഹനങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ എക്സിറ്റ് അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ എക്സിറ്റും എൻട്രിയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. അവിടെയാണ് നമ്മുടെ 6 വരിപ്പാതയിൽ കൂടുതലും അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ വാഹനങ്ങൾ, ഇപ്പോൾ കാസർഗോഡ് നടന്നൊരു അപകടം, എൻട്രി എക്സിറ്റ് സർവീസ് റോഡിലൂടെ പോകേണ്ട ബസ് 6 വരിയിലൂടെ പോയതിന് ശേഷം 6 മരണം അവിടെ. ഓട്ടോയെ കൂട്ടിയിടിച്ചിട്ട് 6 ഓട്ടോയെ പോയി അങ്ങോട്ട് ഇടിച്ചതാണ്. അങ്ങനെ 6 മരണം സംഭവിച്ചു. അതൊക്കെ നമ്മുടെ എക്സിറ്റ് എൻട്രി നിയമം പാലിക്കാതെയുള്ള യാത്ര കൊണ്ട് സംഭവിച്ചതാണ്. അതുപോലെ ഇനിയും ഒരുപാട് സംഭവിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ വഴി തെറ്റിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ട്യൂബുലർ മാർക്കറൊക്കെ ഉഷാറായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ. നമുക്ക് വേങ്ങേരിയിലേക്ക് കയറേണ്ട ഭാഗം
എവിടെയാണെന്നുള്ളത് കാണിച്ചു തരാം. വേങ്ങേരി ഭാഗത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. യെസ്, നമ്മൾ വേങ്ങേരി കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് എത്തിട്ടോ. അപ്പോൾ ഈ എക്സിറ്റ് ശരിക്കും മാളിക്കടവിലേക്കുള്ള എക്സിറ്റ് ആയിട്ടാണ് അവിടെ പേര് കൊടുത്തത്. അത് അതൊരു ഫാൾട്ടായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. വേങ്ങേരിയാണ് ശരിക്കും മാളിക്കടവിനെക്കാട്ടും വലിയൊരു ജംഗ്ഷൻ. അതാണ് ബാലുശ്ശേരിയിലേക്ക് പോകുന്ന പ്രധാന ജംഗ്ഷൻ അല്ലേ. അവിടേക്കായിരുന്നു എക്സിറ്റ് എൻട്രി. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയിരുന്നോ എന്ന് എനിക്കിങ്ങനെ തോന്നുന്നു. പക്ഷെ അപ്പം മാളിക്കടവിലേക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പം വേങ്ങേരി ഇറങ്ങിയിട്ട് എക്സിറ്റ് അടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സർവീസ് റോഡിലൂടെ എങ്ങനെ പോന്നിട്ട് മാളിക്കടവിലേക്ക് കയറാം, അങ്ങനെ ആക്കാമായിരുന്നു എന്ന് എനിക്കിങ്ങനെ തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മാളിക്കടവിലേക്ക് പോരേണ്ട ആൾക്കാർ അവിടുന്ന് മലാപ്പറമ്പ് ഭാഗത്ത് നിന്ന് നേരിട്ട് ഇങ്ങോട്ട് പോരുക, വേങ്ങേരി കഴിയുക, അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സിറ്റ് അടിച്ചിട്ട് മാളിക്കടവിലേക്ക് കയറട്ടോ. ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇത് നിലവിൽ ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ആറുവരിപ്പാത ഉഷാറാണ്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കും ഫുള്ള് ഫിനിഷിങ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ചുരുങ്ങിയ ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടക്കാനുള്ളത്. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് ഫുൾ ഫിനിഷിങ് തന്നെ പറയാം. ഏകദേശം 95% വർക്ക് നമ്മുടെ KMC ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി കുറഞ്ഞ വർക്ക് മാത്രമേ ഉള്ളൂ. അതും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഉഷാറായി. ഇനി നമുക്ക് വേങ്ങേരി ഓവർപാസിൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അവിടുത്തെ ഓവർപാസിൻ്റെ വർക്കൊക്കെ എന്തായി നോക്കാം. അപ്പോൾ നമ്മൾ വേങ്ങേരി ഓവർപാസിൻ്റെ മുകളിലെത്തിട്ടോ. ഓവർപാസിൻ്റെ മുകളിലെത്തിയപ്പം വെറൈറ്റി ഒരു കാഴ്ച കണ്ടു. ഇതുവരെ ഓവർപാസിൻ്റെ മുകളിൽ കാണാത്തൊരു കാഴ്ച കണ്ടു കേട്ടോ. ഓവർപാസിൻ്റെ മുകളിൽ ഡിവൈഡർ വർക്ക് ഇവിടെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത് ഇവിടെ കണ്ടു കേട്ടോ. KMCൻ്റെ വർക്കിൽ അതുപോലെ ഫുട്പാത്ത് ഉണ്ട് ഇവിടെ. അതുപോലെ സെൻട്രൽ ഭാഗത്ത് ഡിവൈഡറും ഉണ്ട്. ഫുട്പാത്തിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ വേങ്ങേരി ഓവർപാസിൻ്റെ അടിഭാഗത്തുള്ള പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിഭാഗത്തുള്ള പെയിൻറ്റിങ് കുറേ മുമ്പ് കഴിഞ്ഞാണ് മാളിക്കടവിലേക്ക് വേങ്ങേരി കഴിഞ്ഞ പാടെ തന്നെ മാളിക്കടവിലേക്കുള്ള എക്സിറ്റ് ഉണ്ട്. അതിലൂടെ അങ്ങോട്ട് പോകാം. മുംബൈയിലേക്ക് 1167 അങ്ങോട്ട് പോകേണ്ടത് നേരെ അങ്ങോട്ട് പോയിക്കോളിട്ടോ. അപ്പോൾ ഇവിടെ സർവീസ് റോഡ് വർക്ക്, ഡ്രെയിനേജ് വർക്കൊക്കെ ഫുള്ള് പണ്ടേ കഴിഞ്ഞതാണ്. ഇവിടെയാണ് നമ്മുടെ KMCൻ്റെ വർക്കിൽ നമ്മുടെ പ്ലെയിൻ ബ്ലോക്ക് വെച്ച ഒരു ഏരിയ. അതിന് ശേഷം ഇവർ ആ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പ്ലെയിൻ ബ്ലോക്കാണ്, ആറി ബ്ലോക്ക് അല്ല. എന്തുകൊണ്ടാണ് അവരത് നിർത്തി വെച്ചു. പിന്നീട് എല്ലാ സ്ഥലത്തും അവർ ആറി ബ്ലോക്കിൻ്റെ വർക്കാട്ടോ ചെയ്തത്. ആറുവരിപ്പാതയിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്ന കാഴ്ച കാണാൻ നല്ല ഹരാട്ടോ. ഇവിടെ ഇനി ലൈനിടൽ ഇത് തൊട്ടടുത്ത ദിവസം ടാർ ചെയ്താന്ന് തോന്നുന്നു അല്ലേ സർവീസ് റോഡ്. അവിടെയൊക്കെ ഫുള്ള് ഭയങ്കര റിസ്ക് വർക്കായിരുന്നു കേട്ടോ. ആ സർവീസ് റോഡൊക്കെ നമ്മുടെ ജപ്പാൻ്റെ വലിയ 4.5 അടി വിസ്തീർണമുള്ള പൈപ്പ് പോകുന്ന ഏരിയ ആണ്. അത് ഇതിലൂടെ ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്കായി പോയിരുന്നത്. അതുപോലെ അത് അവർ ഈ മണ്ണ് താത്തിയത് കാരണം ഇവിടെ വർക്ക് അടിയിലൂടെ ആയത് കാരണം ആ പൈപ്പ് ഇതിന് മുകളിലായി. പിന്നെ അത് സർവീസ് റോഡിലൂടെ അവർ മാറ്റി സ്ഥാപിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ വേങ്ങേരി ജംഗ്ഷൻ ഇപ്പം ഉഷാറായി. ഒരു 2 കൊല്ലത്തോളം ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ഏരിയ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ ഫിനിഷായി, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇതിൻ്റെ ഓവർപാസിൻ്റെ മുകളിൽ പാർക്കിംഗ് ഇല്ല കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ അതൊക്കെ ഫൈനുള്ള കാര്യങ്ങളാണ്. ഓവർപാസിൻ്റെ അടുത്തായിട്ട് എന്തായാലും ക്യാമറ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പോലീസ് ഇവിടെ നിൽക്കുന്നുണ്ട്. പാർക്കിങ് അധികം ഓവർപാസിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ പാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തോരണങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ പരിപാടി. പുള്ളിക്കാർ ഉഷാറായിട്ട് നമ്മുടെ റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ കടന്നുറങ്ങുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് നിന്ന് വരുന്ന ഭാഗം ഒരുപാട് മാസങ്ങൾ അടഞ്ഞിട്ടൊരു ഭാഗമായിരുന്നത്. ഇതൊക്കെ നമ്മൾ വീഡിയോയിലെല്ലാം ഉഷാറായിട്ട് കാണിച്ചിരുന്നു കേട്ടോ. അതൊക്കെ തുറന്നു കൊടുത്ത് വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് അങ്ങനെ പോകാൻ തുടങ്ങി.
ഇനി ഇതാണ് ഭാവിയിൽ 4 വരി ആകാനുള്ള ഒരു റോഡ് കേട്ടോ. ബാലുശ്ശേരി കാലിക്കറ്റ് ബാലുശ്ശേരി റോഡ്. ഇതൊക്കെ കടകളൊക്കെ പോകാനുള്ളതാണ്. ഈ ഭാഗത്തു കൂടിയുള്ള കടകളൊക്കെ സ്ഥലങ്ങളൊക്കെ കുറേ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, ഈ വേങ്ങൈ ജംഗ്ഷനാട്ടോ നമ്മളെ മാളിക്കടവ് ജംഗ്ഷനെക്കാട്ടിയും തിരക്ക് കൂടിയ ജംഗ്ഷനാണിത്. അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള എക്സിറ്റ് എൻട്രിയിലും മാറ്റം വന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ. യെസ്, നമ്മുടെ വേങ്ങേരി ഓവർപാസിൻ്റെ മുകളിൽ നിന്നും കാണുന്ന കാഴ്ച കേട്ടോ. അടിപൊളി. വാവ്, ഡിവൈഡറിൽ പുല്ല് വെച്ചല്ല. ഇതുപോലെ മൊത്തത്തിൽ നമ്മുടെ 60 മീറ്ററാണ് വീതിയെങ്കിൽ ഇതിലും കൂടുതൽ വീതിയിൽ ചെടികളും പുല്ലുകളൊക്കെ വെച്ചിട്ട് അടിപൊളിയാവില്ലേനോ. പക്ഷേ 60 മീറ്റർ ഒന്നും കിട്ടൂലല്ലോ നമ്മുടെ കേരളത്തിൽ. അവിടെ ഇതെന്തുകൊണ്ടാണ് വന്നാലോ, അടിയിൽ നമ്മുടെ പിയർ റൗണ്ട് പിയർ ആയതുകൊണ്ട് ഡിവൈഡർ മുറിഞ്ഞു പോകാട്ടോ. 2 ഭാഗമായിട്ട് അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് 2 സൈഡിലും ഡിവൈഡർ വേണ്ടേ. ഡിവൈഡറല്ല, അത് ക്രാഷ് ബാരിയറായി മാറും. ഡിവൈഡർ ഇങ്ങനെ വന്നിട്ട് പിന്നെ 2 ക്രാഷ് ബാരിയറായി മാറും അവിടെ റൗണ്ട് പില്ലറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അവിടെ പുല്ലൊക്കെ വെച്ചു നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. NHAI അതുപോലെ ബസ് സ്റ്റോപ്പുകളൊക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സർവീസ് റോഡിൽ. അതൊക്കെ നമുക്ക് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ട് കിട്ടിയൊരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ വേങ്ങേരി ഭാഗത്തുള്ള വിശേഷങ്ങൾ. കേരളത്തിലൂടെയുള്ള 6 വരിപ്പാത അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തമല്ല, നമ്മുടെ മലബാർ മേഖല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്താളി കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താളി. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.